ഹലോ ഗൈസ്, വെൽക്കം ടു അബി ബ്ലോഗ്സ്. നമ്മൾ ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാപ്പിക്കൂട്ടം പോഡ്കാസ്റ്റ് ആണ്. ഇത് പലർക്കും അറിയത്തില്ല, പക്ഷെ നമ്മുടെ സ്റ്റാർട്ടിങ് ടൈമിൽ ചെയ്തു തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ എന്റെ അടുത്ത് തുടങ്ങിയത് ഫസ്റ്റ് വീഡിയോ തന്നെ അല്ല, പോഡ്കാസ്റ്റിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടില്ലേ? എന്റെ കാപ്പിക്കൂട്ടം തുടങ്ങിയത് അല്ല, പോഡ്കാസ്റ്റ് അല്ല തുടങ്ങിയത്. നമ്മൾ മറ്റേ അക്വേറിയം സെറ്റിംഗ് പരിപാടിയാണ് തുടങ്ങിയത്. അപ്പൊ എന്റെ അടുത്ത് ഈ ഇടയ്ക്ക് ഒരുത്തൻ ചോദിച്ച്, ചേട്ടാ നിങ്ങൾ ലുങ്കി എടുത്ത് വീഡിയോ ചെയ്ത് കണ്ടല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ചു, ലുങ്കി എടുത്ത് ഏത് വീഡിയോ? ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമുക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. നമ്മള് 2 മണിക്കൂർ 2.5 മണിക്കൂർ വീഡിയോ എടുത്ത് പിന്നെ നമ്മളത് കട്ട് ചെയ്ത് ഫസ്റ്റ് ഒരു ഒറ്റ ഇതായിട്ട് ഇടാന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് അത് അത്ര ആൾക്കാരെ ഒന്ന് കാണുമെന്ന് എനിക്കറിയത്തില്ല, അത്രയും ലെങ്ത് സ്റ്റാർട്ടിങ്ങില് കാണുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് നമ്മള് ലെങ്ത്തിനെ കട്ട് ചെയ്ത് ആഴ്ചയിൽ ഓരോ എപ്പിസോഡ് വെച്ചിട്ട് തുടങ്ങി. അവസാനം അതെല്ലാം തീർന്നപ്പം ഇത് 2.5 മണിക്കൂറിന്റെ ഒരൊറ്റ സെക്ഷനായിട്ട് അങ്ങിട്ട് അങ്ങനെ ഒരു വീഡിയോ നമ്മുടെ കിടപ്പുണ്ട്. ഞാൻ ഇവിടെ അവിടെ എല്ലാം കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കയറി കണ്ടോക്കെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഞങ്ങള് സ്റ്റാർട്ടിങ് ടൈമിൽ എടുത്തതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. നെക്സ്റ്റ് അപ്പൊ ഞാൻ വിചാരിച്ച് എന്നാ പിന്നെ നമുക്ക് ഒരു പോഡ്കാസ്റ്റ്, എന്തായാലും ഇവൻ തിരിച്ച് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അത് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ ചെന്നൈയിൽ പോയി, ഞാൻ ഇവിടെ ആയി. എനിക്ക് ഇവിടെ വേറൊരു ജോലിയായി, ഫുൾ ബിസി. ആ ഒരു ഇതില് നിങ്ങൾക്ക് എന്റെ ചാനൽ 2 സ്റ്റേറ്റ് ആയി. നിങ്ങൾ എടുത്ത് നോക്കി അറിയാം, നമ്മുടെ ചാനലില് ഒരു 4 months ഗ്യാപ്പ് ഉണ്ട്. അതായത് ഇവൻ ചെന്നൈ പോയി, ഇവന്റെ കൂടെയാണ് എല്ലാ വീഡിയോയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവൻ ചെന്നൈ പോയി ഒരു 4-5-6 മാസത്തേക്ക് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ അത് ഉണ്ടായിരുന്ന വീഡിയോ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ആയിട്ട് കട്ട് ചെയ്തിടക്കാം, ഈ ഷോർട്സ് കട്ട് ചെയ്തിടക്കാം, അമ്മാതിരി പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെറിയ ചെറിയ വ്ളോഗായിട്ട് ചെയ്തു തുടങ്ങി. പിന്നെ ഓരോ കണ്ടന്റ്സ് തപ്പി പിടിച്ചൊക്കെ എടുത്തു തുടങ്ങി. ചെന്നൈയിൽ 1-2 വീഡിയോസ് ഒക്കെ അയച്ചു തന്നു തുടങ്ങി. അങ്ങനെ വന്നപ്പോ നമ്മള് വീണ്ടും ഓക്കെ അങ്ങനെ ചെയ്ത നമ്മളെ പറ്റുന്ന പോലെ ചാനൽ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു 164 സബ്സ്ക്രൈബേഴ്സ് ആയി. നമ്മള് 200 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പം ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇവൻ ചെന്നൈ എന്ന് വന്ന സ്ഥിതിക്ക് ഞാൻ വിചാരിച്ച് നമുക്ക് എന്തായാലും ഒന്നും കൂടെ ഒന്ന് പോഡ്കാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരാണ് തുടങ്ങിയത്. അപ്പൊ പിന്നെ എന്തായാലും ഒരു ഇതും കൂടെ ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു രീതിയിൽ ഇപ്പം നമ്മൾ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ഇറ്റ്സ് മീ അബി ആൻഡ് ഇറ്റ്സ് യുവർ അശ്വിൻ. ആക്ച്വലി ഇവന്റെ ക്യാമറ വരായിട്ടാണ് ഇതിൽ വന്നു തുടങ്ങിയത്. പിന്നെ ഞാൻ നേരെ പിടിച്ച് ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് ഇട്ട് ക്യാമറമാനായിട്ടാണ് വന്നു തുടങ്ങിയത്. എന്നിട്ട് കാരണം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. പോഡ്കാസ്റ്റിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് കേരള വേഴ്സസ് ഔട്ട്സൈഡ് കേരള ഇതാണ്. അപ്പം പറ, ചെന്നൈയിൽ പോയിട്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ ഏകദേശം 1 വർഷം ആവാറായില്ലേ? 10 മാസം എക്സാക്ട് 10 മാസമായി. എങ്ങനെയുണ്ട് ചെന്നൈ പോയിട്ട്? ചെന്നൈ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. അവിടെ കൂടുതലും ഈ നമ്മളെ പോലെ താമസക്കാരല്ല. അവിടെ ഈ കൂടുതലും പ്ലാന്റും ഫാക്ടറി ഒക്കെ അതുകൊണ്ട് അവിടെ കൂടുതലും ഈ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ് കൂടുതലും മൈഗ്രേറ്റ് ചെയ്ത് കൂടുതലും മലയാളികൾ തന്നെയാണ്. മലയാളികളുണ്ട്, തമിഴ്നാട്ടിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. ജോലി അന്വേഷിച്ച് അങ്ങനെ ചെന്നൈ പ്രോപ്പർ ചെന്നൈയിലുള്ള ആൾക്കാരൊക്കെ കുറവാണ്. എല്ലാം അവിടെ കൂടുതലും വാടക വീടുകളും അങ്ങനത്തെ സെറ്റപ്പുകളാണ് അവിടെ കൂടുതലുള്ളത്. പിന്നെ നമുക്ക് അവിടെ പറ്റാത്തത് അവിടത്തെ ചൂട്, ഫുഡ്, ഇതൊക്കെയാണ് നമുക്ക് അവിടെ പറ്റാത്തത്. ഒട്ടും പറ്റൂല, നടക്കൂല. ഇവിടെ മാക്സിമം 32 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ. അവിടെ മിനിമം മാക്സിമം 32 ഡിഗ്രിയാണ് മിനിമം ചൂട്. അവിടെ 32, അവിടെ മിനിമം 32. അവിടെ മേയൊക്കെ ആകുമ്പോ അവിടെ 36-40 ഇവിടെ വെന്ത് പോവും വെയിലത്ത്. അമ്മാതിരി ചൂടൊക്കെയാണ്. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോ നീന്തി കളിച്ചത്?
നമുക്ക് ഞങ്ങള് നിന്ന സ്ഥലത്ത് ശ്രീപെരുമ്പത്തൂരായിരുന്നു. അവിടെ വലിയ വെള്ളപ്പൊക്കമായിരുന്നു. കാരണം അത് ഇച്ചിരി ഹൈവേ റോഡ് സൈഡൊക്കെ ആയിരുന്നു. അപ്പൊ വെള്ളം വന്നാലും ഒഴുകിപ്പോള്ള സെറ്റപ്പ് ഒക്കെ ആണ്. ഇനി ഇപ്പൊ നിൽക്കുന്ന സ്ഥലം അത് അങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അവിടെ ഇനി മഴ പെയ്യണം. എന്തൊരു ജോലിയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെന്നൈ പോയെന്നുള്ള കാര്യമല്ലേ അറിയാവൂ. ഞാനിപ്പോ അവിടെ ഒരു പ്ലാന്റില് ക്വാളിറ്റി ട്രെയിനിങ്ങിലാണ്. ക്വാളിറ്റിയില് നല്ല പണിയാണ്, സുഖമാണ്, AC മുറിയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ഒരു പ്രിന്റിംഗ് പ്രസ്സിലാണ് വർക്ക് ചെയ്യണത്. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ രീതിയിൽ ജോലി ഇങ്ങനെ പോകുന്നുണ്ട്. നീ പഠിച്ചല്ലേ പോയത്? എന്തൊരു പഠിച്ചെന്ന് പറ. ഞാൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. പക്ഷെ ഒരു കിണ്ടി അറിഞ്ഞൂടാ. പഠിച്ചതല്ലേ, 3 വർഷം ഞാൻ പോയി. എന്തിനു പോയി, അങ്ങനെ പോയി കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവ മെക്കാനിക്കലാണ് പഠിച്ചത്. ഇവിടെ മെക്കാനിക്കൽ പഠിച്ചിട്ട് കുറച്ചാള് ഇവിടെ TVS-ലാണ് അത് ഇതിന് ഒരു മാസത്തെ ഇന്റേൺഷിപ്പിന് കേറി 1 മാസത്തെ TVS-ൽ പോയി. TVS-ൽ പോയിട്ട് അവിടെ ഈ ഓയിൽ അഴിക്കാനും ബെൽറ്റ് ടൈറ്റ് ചെയ്യാനും ഇതൊക്കെയാണ് ഓരോ പരിപാടിയാണ്. അവിടെ എല്ലാം 1 മാസമൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോ ഞാൻ എന്റെ ബൈക്കിന് ഓയിൽ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഓക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹീറോയുടെ സ്പെയർ സംഭവങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. അവിടെ ചെന്നിട്ട് ഓയിൽ വാങ്ങിക്കണതിന്റെ കൂടെ എനിക്ക് എന്തൊരു തോന്നിയെന്ന് അറിഞ്ഞൂടാ, ചുമ്മാ പോയിട്ട് ഇതിന്റെ അടിയിലത്തെ ഓയിൽ ബോൾട്ടും വാഷറും വാങ്ങിച്ച്. അത് എന്തിനു വാങ്ങിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. വാങ്ങിച്ച് വന്നിട്ട് ഞങ്ങള് വണ്ടിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് ഓയിൽ മാറ്റാൻ വേണ്ടി തിരിക്കുകയാണ്. ഞാൻ ഒരു സൈഡിലോട്ട് ഇങ്ങനെ തിരിക്കണം. ഞാൻ ക്ലോക്ക് വൈസിൽ ഡയറക്ഷനിൽ ഇങ്ങനെ തിരിക്കുകയാണ്. തിരിച്ച് വരുന്ന പറഞ്ഞു ക്ലോക്ക് വൈസ് അല്ലടാ, ആന്റി ക്ലോക്ക് വൈസ് അത്. എനിക്ക് മനസ്സിലാവില്ല, കാരണം ഞാൻ ഇതിനു മുമ്പ് ഓയിൽ മാറ്റം കണ്ടിട്ടുണ്ട്. ക്ലോക്ക് വൈസ് ആണ്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇരുന്ന് തിരിക്കണത്, ആന്റി ക്ലോക്ക് വൈസ് തിരിക്കണത്. തിരിച്ചിട്ടും ബോൾട്ട് ഊരണല്ല. അവസാനം ചുറ്റിയൊക്കെ എടുത്തോണ്ട് വെച്ചാൽ അടി തിരിയണല്ല. അവസാനം എന്തൊരു പരിപാടിയാന്ന് അറിഞ്ഞൂടാ. അവസാനം ഒരു കാര്യം ചെയ്തു, തിരിച്ച് ക്ലോക്ക് വൈസ് തിരിച്ചപ്പം സംഭവം ഊരി വന്നിട്ട് ഞാൻ നോക്കുമ്പം ഇതിന്റെ ബോൾട്ടും വാഷറും എല്ലാം കൂടെ ചളിങ്ങി അകത്ത് കയറിയിരിക്കണത്. തിരിച്ചത് വലിച്ചൂരി എടുത്ത്, എങ്ങനെയൊക്കെ അത് വലിച്ചൂരി എടുത്ത്. എന്നിട്ട് ഞാൻ ഇവൻ സത്യത്തിൽ എങ്ങനെ ആ ഇന്റേൺഷിപ്പിന് അവിടെ പോയി നിന്ന് എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്ന്. അയ്യോ, ഞാൻ ആലോചിച്ചു നീ ഓയിൽ തന്നെ മാറ്റിക്കൊണ്ടിരുന്നത് അവിടെ. നമ്മള് വാങ്ങിച്ച സാധനങ്ങളൊന്നും അങ്ങനെ ചുമ്മാ നശിപ്പിക്കാറില്ല. ഇപ്പൊ നീ വാങ്ങിച്ച സാധനം അതിനകത്തിട്ടുണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. സാധനം വാങ്ങിച്ചങ്ങ് നമ്മൾ എഴുതിപ്പിക്കും. TVS-ൽ ചേച്ചി ബ്രേക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് ടൈറ്റ് ചെയ്തിട്ട് സ്ക്രൂ ഇടാതെ. ബ്രേക്ക് ടൈറ്റ് ചെയ്യാൻ വന്നതല്ല, മൊത്തത്തിൽ സർവീസ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. ഞാൻ അത് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആക്കിയത് ലൂസായി പോയി. ചേച്ചി തിരിച്ചു വന്ന് ടൈറ്റ് ആക്കിയിട്ട് പോയി. പിന്നെ അവിടെ നിൽക്കുമ്പോ എങ്ങനെ നാടൊക്കെ മിസ് ചെയ്യണ പരിപാടികള്? അവിടെ നിൽക്കുമ്പോ ചെറുതായിട്ടുണ്ട്. നമുക്ക് ഇവിടത്തെ ഫുഡ് അവിടെ ആകെപ്പാടാ ഞാൻ ഫുഡ് കഴിക്കുന്നത് കമ്പനി പോകുമ്പോൾ മാത്രമേ ഫുഡ് കഴിക്കാറുള്ളൂ കമ്പനിന്ന്. കാരണം വീട്ടിൽ വന്നാൽ വലിയ ഫുഡില്ല, കൂടുതലും 2 നേരത്തെ ഫുഡ് മാത്രമേ കാണൂ. പിന്നെ അവിടെ നമ്മള് ബോയ്സ് മാത്രം റൂമില്, പിന്നെ ചുറ്റും വേറെ ആൾക്കാരൊന്നും ഇല്ല, ഉള്ളവരായിട്ട് വലിയ പരിചയമൊന്നുമില്ല. സത്യം പറഞ്ഞ ഇവിടെ നിന്ന് മാറി നിൽക്കുമ്പോഴാണല്ലേ ഇവിടത്തെ വാല്യൂ മനസ്സിലാവുന്നത്. അതിന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ. അത് ഇവിടെ നിന്നല്ല, നമ്മളെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി എവിടെ പോയി നിൽക്കുമ്പോഴും നമുക്ക് സ്വന്തം നാടൊന്ന് മിസ്സാകും. കാരണം നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് അവിടെ പോയി ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് വേറെ നാട്ടിൽ പോയി കിട്ടും. ഇവ ഇങ്ങനെ പറയുമ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്. മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ വിളിക്കും. ഇവൻ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് വിളിക്കും. ഇവൻ വിളിച്ചിങ്ങനെ ഓരോ കാര്യം പറയുമ്പോഴാണ് ഞാൻ പുറത്തോട്ട് പോകണം എന്നുള്ളൊരു തോട്ടിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ നല്ല ജോലി അന്വേഷിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പുറത്തോട്ട് പോകണം എന്നുള്ള തോട്ടിൽ നിൽക്കുന്ന ഒരാൾ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അപ്പൊ നമ്മൾ ഇവിടുന്ന് പോയാൽ നമുക്കുള്ള ഒരു വാല്യൂ അവിടെ കിട്ടോ ഇല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. മിക്കവാറും വിളിച്ചിട്ട് അയ്യോ അവിടത്തെ ഒരു സൂപ്പർവൈസറായിട്ട് അവരേതും പറഞ്ഞ തുടങ്ങി. ആ തോമാന്ന് പറഞ്ഞ തെണ്ടി റാസ്കൽ അവിടെ ഉണ്ടോടാ? നീയായിരുന്നു ഞാൻ. ഒരു 1/2 മണിക്കൂർ ഒരു തെറി വിളിയുണ്ട്.
ഞാൻ ആലോചിക്കും ഇത്രയൊക്കെ എത്ര അറിയാമോ. നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി. അമ്മാതിരി പറച്ചിലൊക്കെയാണ് പറയുള്ളത്. ഇടയ്ക്ക് എപ്പോഴോ സേലത്ത് പോയ സമയത്ത് ഒരാഴ്ച സംതിങ് നിന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഈ ഫുഡ് എന്ന് പറയണത് നമുക്ക് ഇവിടെ കിട്ടണ പോലെ കിട്ടത്തില്ല. നമുക്ക് നല്ല രീതിക്ക് കുക്കിംഗ് അറിയാമെങ്കിൽ ഓക്കെ, ചെറിയൊരു കുക്കിംഗ് ഒക്കെ വെച്ച് നമുക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റൂല. അത് അറിയാന്നുള്ളതല്ലേ ആക്ച്വലി. ഇവന് ചെറുതായിട്ട് അത്യാവശ്യം ഒരുവിധം കുക്കിംഗ് അറിയാം, പക്ഷെ എന്നെക്കാട്ടി അറിയാം ഇവന് കുക്കിങ്ങിന്. എന്നിട്ട് അവിടെ പോയി നിന്ന് കഷ്ടപ്പെടുകയാണ്. അവിടെ ആകെപ്പാടെ കൂടുതലും വയ്ക്കണത് മാഗി, ബ്രെഡ്, ഓംപ്ലേറ്റ്. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് റൂമിലുണ്ടെങ്കിൽ മാത്രമേ ചോറ് വയ്ക്കാറുള്ളൂ. കാരണം ഈ ഷിഫ്റ്റ് അനുസരിച്ച് പോകുന്നുണ്ട്, പലരും പല ഷിഫ്റ്റിലായതുകൊണ്ട് റൂമിൽ വലിയ ആള് കാണൂല. ആളുണ്ടെങ്കിലേ വല്ല നടക്കൂ. ആണ് വേറൊരു വിഷയം. വേറെ സംബന്ധിച്ച് ഈ ചെന്നൈയിൽ പോകുമ്പോൾ പ്രശ്നം വെച്ചാൽ അവിടെ എത്ര മണി വരെയാണ് കടകളുള്ളത്? രാത്രി 11 മണിക്ക് അടയ്ക്കും. 11 മണിയാകുമ്പോൾ ഫുൾ അടയ്ക്കും. 11 മണിയാകുമ്പോൾ ഫുൾ ക്ലോസ് ആണ്. ഇപ്പം നമ്മളിവിടെ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. ട്രിവാൻഡ്രം ഞാൻ കേരളത്തിൽ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, എക്സാം എഴുതാനും ഇന്റർവ്യൂവിനും അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഈ നൈറ്റൊക്കെ ആയിരിക്കും ഞാൻ അവിടെ ചെന്ന് എത്തണത്. അതിന് ശേഷം ആയിരിക്കും ഫുഡ് കഴിക്കേണ്ട കാര്യം ആലോചിക്കും, അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ പോയിട്ടുള്ള മിക്ക സ്ഥലത്തും, അതായത് ഞാൻ ഇപ്പൊ ട്രിവാൻഡ്രത്ത് തന്നെ കുറച്ച് എക്സാം ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ പോയിട്ടുണ്ട്, എറണാകുളത്ത് പോയിട്ടുണ്ട്, ഒരിക്കൽ പത്തനംതിട്ട പോയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു 10-12 മണി കഴിഞ്ഞാലും ഏതെങ്കിലുമൊക്കെ ഒരു കട അവിടെ ഇവിടെയൊക്കെ തുറന്നിട്ടുണ്ടാകും. ഇപ്പൊ നമുക്ക് വഴി ചോദിക്കാനെങ്കിലും ഒരു 2-3 ഓട്ടോക്കാർ അവിടെ കാണും, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും കാണും അവിടെ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അവിടെ ആരെങ്കിലും ഒക്കെ കാണും. ഇല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് ഈ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പൊക്കെ ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലോട്ട് ആകുമ്പം ഒരു ഫുഡ് കഴിക്കാൻ ഒരു കട കാണും. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയാണ്, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില്ല് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കാണും. മീൻസ് ഇങ്ങനെയൊക്കെ പോകണമെങ്കിലും കയ്യിൽ പൈസ വേണം. എന്നാലും ഞാൻ പറയണത് നമ്മൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണും. അതായത് ഇപ്പൊ നമുക്കിവിടെ തന്നെ കൊറോങ്കോണത്ത് ഒരു കടയുണ്ട്. അതായത് ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുള്ളൂ, ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കൊറോങ്കോണത്ത് കടയുണ്ട്, പേരുകട കടയുണ്ട്, പട്ടം, വെമ്പാലോട്ടം, അങ്ങോട്ടൊക്കെ നമ്മൾ പോയ കടകളുണ്ട്. വെച്ചാൽ രാത്രി 2 മണി 3 മണി 4 മണിക്ക് പോയാലും നമുക്കൊരു ചായ കുടിക്കാനെങ്കിലും പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഇവ അവിടെ നിന്നിട്ട് രാത്രിയൊക്കെ ആയിരിക്കും ചിലപ്പോ എന്നെ വിളിക്കണത്. രാത്രി വിളിച്ചിട്ട് ചിലപ്പോ വീടിന്റെ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് വിളിച്ചിട്ട് ഞാൻ പറയും ഒന്നും കഴിക്കല്ലേ, ഇവിടെ 11 മണിയാകുമ്പോഴേ. ഇവ നീ ഷിഫ്റ്റ് കഴിഞ്ഞ് എത്ര മണിക്ക് വരും? ഞങ്ങൾക്ക് ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ രാത്രി 1 മണിയൊക്കെ ആകുമ്പോൾ റൂം 1 മണിയൊക്കെ ആകുമ്പോൾ റൂം. ഈ 1 മണിക്ക് റൂം എത്തിയിട്ട് ഇവന് തിന്നാവൊന്നുമില്ല. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ റോട്ടിൽ കുറെ പട്ടികൾ മാത്രം കാണും. പട്ടി, പിന്നെ അവിടെ മെയിനായിട്ട് കാണുന്ന സാധനം പശു. നമ്മൾ ഈ പശുവിനൊക്കെ ഇവിടെ മറ്റേ വീട്ടിൽ വളർത്തി പട്ടി അഴിച്ചിട്ടുള്ളതാണ് പശുവിനെ കഴിച്ചത്. അവിടെ ഈ ബീഫിന്റെ പ്രശ്നമുണ്ടോ? അവിടെ ബീഫ് കിട്ടൂല. അവിടെ ബീഫ് ആകെപ്പാടെ 1-2 കടയിലൊക്കെ, അല്ലാതെ ബീഫ് കിട്ടൂല. അവിടെ അമ്മമാർക്ക് മറ്റേ ജെല്ലിയൊക്കെ ഇട്ട് പശു ഗോമാതാവാണ് അമ്മമാരുടെ ജെല്ലിയൊക്കെ ഇട്ടിട്ട് ആൾക്കാർ പശുവിനെ തൊഴിൽ. ആൾക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാര് കുറച്ച് പേരൊക്കെ കുഴപ്പമില്ല. അവിടെ അടുത്ത കടയിലൊക്കെ ഉള്ള മാമനൊക്കെ വിഷയമില്ല. അവിടെ ഒരു ചായക്കടയിൽ 2-3 മലയാളി ചേട്ടന്മാരുണ്ട് കൊല്ലത്തുനിന്നൊക്കെ. ഞങ്ങളെ പൊതുവെ അവിടെ ചായ കുടിക്കാറ്. അവിടെ പോയി അവരുടെ കൂടെ സംസാരിച്ച്. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ കുറച്ചുകൂടെ വൃത്തിയുണ്ടെന്നാണല്ലേ ഇപ്പം ചെന്നൈ ഏരിയ. ഞാൻ അത് എക്സാക്ട് ചെന്നൈ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എക്സാക്ട് ചെന്നൈയിലല്ലല്ലോ. അത് അങ്ങോട്ട് പോയാലും നമുക്ക് അറിയാൻ പറ്റും. എന്നാലും അത്യാവശ്യം ഇവിടത്തെ പോലെ അത്ര വലുതായിട്ടില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് പ്രശ്നമാണ്. കാരണം ഞാൻ അത് എന്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ മറ്റേ നടക്കാൻ പോണ ഒരു വീഡിയോ, ശംഖുവം വരെ നടന്നു. ഞാൻ ഇവിടുന്ന് പോണ വഴിക്ക് ഒരു 2 തോടെന്ന് പറയണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു ടൈമില് ആൾക്കാർ അവരുടെ ഡെയിലി നീഡ്സിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോടാണ്. അതായത് വീട്ടിലത്തേക്ക് വെള്ളം അതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോടാണ്. അതൊന്നും ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി മുഖവും കാലും കഴുകാൻ പോലും പറ്റാത്ത രീതിയിൽ ഫുള്ള് വേസ്റ്റ്. ഇടയ്ക്ക് ഇവിടെ ഒരിടത്ത് ഒരു ചേട്ടൻ, ആ ചേട്ടൻ എനിക്ക് അറിയാം, ഞാൻ പേരൊന്നും പറയാനുള്ള എനിക്കറിയാം. അപ്പൊ ചേട്ടനാണെങ്കിൽ ഇവിടെ ഇല്ലായിരുന്നു, ചേട്ടൻ ദുബായിലായിരുന്നിട്ട് ഇവിടെ വീട് വെക്കാൻ വേണ്ടിയിട്ട്, വേറൊരിടത്ത് വീട് വെക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീമിൽ വന്നതാണ്.
ഇവിടെ വന്നിട്ട് നോക്കിയപ്പോ ഇങ്ങനെ പറമ്പ് ഫുള്ള് വേസ്റ്റ്, ഫുള്ള് വേസ്റ്റ്, ഫുള്ള് കഷ്ടം ഇട്ടിട്ടിട്ട് ഒരു കുന്നു പോലെ അങ്ങ് ആക്കി വെച്ചിരിക്കുകയാണ്. എന്നുവെച്ചാ കോർപ്പറേഷൻകാര് തിരിഞ്ഞു നോക്കണില്ല. ഒരു ഇവിടെ ഒരു സേനയുണ്ട്. കുറ്റം പറയണല്ല, ബട്ട് എന്നാലും ഇവർക്കത് എടുത്തോണ്ട് പോവാം. പ്ലാസ്റ്റിക് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ എടുത്തോണ്ട് പോവാം. ഫുഡ് വേസ്റ്റ് ഓക്കെ, ഫുഡ് വേസ്റ്റ് എന്നാലും വേറൊരുത്തന്റെ പറമ്പിൽ കൊണ്ടിരുന്നത് തെറ്റാണ്. പുള്ളിക്കാരൻ ഇനി അത് മാറ്റണമെങ്കിൽ ഒന്നീ പുള്ളിക്കാരനായിട്ട് ഇറങ്ങി ചെയ്യണം, ഇല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കണം. എന്നാൽ നല്ലൊരു എമൗണ്ട് വരും. അത്യാവശ്യം നല്ല വേസ്റ്റ് കിടപ്പുണ്ടായിരുന്നു അവിടെ. അപ്പൊ നല്ലൊരു എമൗണ്ട് വരും വേറെ ആരെങ്കിലും കൊണ്ട് മാറ്റിക്കണം. വേറെ ആരെങ്കിലും കൊണ്ട് മാറ്റിക്കണമെങ്കിലും ഇത് കൊണ്ട് കളയാനുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണം. എന്നുവെച്ചാൽ എല്ലാം കൊണ്ട് ഇതുകൊണ്ട് വേറൊരാളുടെ സ്ഥലത്ത് തട്ടാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ ചെയ്യണത് നെല്ലിത്തരമായി അങ്ങനെ ഒരു ഇത്.